ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ കുഞ്ഞേച്ചി തോക്കെ രാത് ബെറാത്തെ എന്ന ബംഗാളി സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സ്വാതിയും ആദിത്യയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. എന്നാൽ ഈയിടെയായി ആദിത്യൻ അവൾക്ക് അധികം സമയം നൽകാറില്ല. അവർക്കിടയിലുള്ള സ്നേഹവും വല്ലാതെ കുറഞ്ഞിരുന്നു. ഈ കാരണത്താൽ പതുക്കെ സ്വാതി ശുഭം എന്നൊരു യുവാവുമായി അടുപ്പത്തിലാവുന്നു. അവരൊരുമിച്ച് ജീവിക്കാൻ പല പദ്ധതികൾ ഇടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ആദിത്യൻ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് ഇന്നത്തെ കഥയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കണ്ണട വെച്ച ശുഭം എന്ന പേരുള്ള 24 വയസ്സുള്ള ഒരു പയ്യനെ കാണിക്കുന്നു. അവൻ അങ്ങനെ റോഡിലൂടെ നടന്നു വരുമ്പോൾ അവന്റെ മുന്നിലായി സ്വാതി എന്ന നമ്മുടെ സിനിമയിലെ നായിക നടന്നു വരുന്നു. അവരെ കണ്ടതും ഇവനൊരു ഭയം വരുന്നുണ്ട്. ഇവരെങ്ങനെ ഇവിടെ എത്തി എന്നവൻ ആലോചിക്കുന്നുണ്ട്. എന്തിനാണ് സ്വാതിയെ കണ്ടവൻ ഭയപ്പെടുന്നത്? അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ സംഭവം നടക്കുന്നതിന് കൃത്യം ഒരു ദിവസം മുമ്പ് നമ്മുടെ ശുഭം ഉണ്ടല്ലോ, അവൻ ആദിത്യ എന്ന നമ്മുടെ സിനിമയിലെ ഫസ്റ്റ് ഹീറോയുടെ കാറിൽ പോവുകയാണ്. ആദിത്യ ഇപ്പോൾ ശുഭം എന്നെ തട്ടിക്കൊണ്ടു പോവുകയാണ്. എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ടു പോകുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ശുഭം ചോദിക്കുമ്പോൾ, ഇനി മുതൽ നമ്മൾ രണ്ടുപേരും പാർട്ട്നേഴ്സാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ തെറ്റുകളിലും നമ്മൾ ഒന്നിച്ചായിരിക്കും. അതുകൊണ്ട് എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഇനി മുതൽ നമുക്കിടയിൽ നമ്മൾ കുറെ സീക്രട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് ആദിത്യ അവിടെ പറയുന്നുണ്ട്. ശരി, ഓക്കെ, നീ അവളെ ആദ്യമായി കണ്ടത് എപ്പോഴാണ്? ആ കഥ പറ എന്ന് ആദിത്യ ചെറിയ പയ്യനായ ശുഭമനോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് ശുഭം അവന്റെ പ്രണയ കഥ പറയാൻ തുടങ്ങുന്നത്. ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ശുഭം ഇരിക്കുമ്പോൾ അവൻ എതിർവശത്തായി സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരുന്ന് കാപ്പി കുടിക്കുന്നുണ്ടായിരുന്നു. അവരാണ് നമ്മുടെ നായിക സ്വാതി. അവരുടെ സൗന്ദര്യം കണ്ടതും ശുഭം ഒരു പേപ്പർ എടുത്ത് അവരെ വരയ്ക്കാൻ തുടങ്ങുകയാണ്. ഇത് നമ്മുടെ സ്വാതിയും കാണുന്നുണ്ട്. നേരെ ശുഭമിന്റെ അടുത്ത് വന്നിട്ട്, നിങ്ങളുടെ ആ പേപ്പർ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുന്നു. അവനത് കാണിച്ചതും, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അനുവാദം ഇല്ലാതെ നീ എന്നെ വരയ്ക്കും എന്ന് പറഞ്ഞ് സ്വാതി ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. അല്ല മാഡം, ഭംഗിയുള്ള എന്ത് കണ്ടാലും ഞാൻ വരയ്ക്കും, അതുകൊണ്ടാണ് നിങ്ങളെയും വരച്ചത് എന്ന് ശുഭം പറയുമ്പോൾ സ്വാതി അത് കീറി അവിടെയുള്ള വെള്ളത്തിലിട്ടിട്ട്, നീ എന്ത് വേണമെങ്കിലും വരച്ചോ, പക്ഷെ എൻ്റെ അനുവാദമില്ലാതെ എന്നെ വരയ്ക്കരുത്. ഞാൻ ആരാണെന്നറിയാലോ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ചിത്രകാരൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് സ്വന്തം അച്ഛൻ്റെ പേരും പറയാണ്. ആ പേര് കേട്ടതും ശുഭം ഷോക്കാവുന്നുണ്ട്. കാരണം ഇപ്പോൾ ശുഭം ഉണ്ടല്ലോ, അവനും ഒരു വലിയ ചിത്രകാരനാണ്. അവനൊരു ഇൻസ്പിറേഷനായും ഒരു കാലത്ത് ഗുരുവായും ഉണ്ടായിരുന്നത് നമ്മുടെ സ്വാതിയുടെ അച്ഛനായിരുന്നു. സ്വാതിയുടെ അച്ഛൻ ഒരുപാട് പെയിന്റിങ്ങുകൾ വരച്ചിട്ടുണ്ട്. അതെല്ലാം കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങാൻ ഒരുപാട് പേര് തയ്യാറാണ്. ഇപ്പോൾ നമ്മുടെ സ്വാതിയുടെ അടുത്തേക്ക് ശുഭം ഓടി വന്നിട്ട്, മാഡം തെറ്റായി കരുതരുത്, നിങ്ങളുടെ അച്ഛൻ്റെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഇപ്പോൾ ഞാൻ നന്നായി വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛനെ എനിക്ക് പഠിപ്പിച്ചു തന്നാണ്. കുറച്ചുനാൾ മുമ്പ് നിങ്ങളുടെ അച്ഛനെ അന്വേഷിച്ചു വന്നപ്പോൾ അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് മാഡം. ഞാൻ പുതുതായി എൻ്റെ പെയിന്റിങ്ങുകൾ എല്ലാം ഒരു എക്സിബിഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനെ പ്രതിനിധീകരിച്ച് നിങ്ങൾക്ക് അവിടെ വരാൻ കഴിയുമോ എന്ന് ചോദിച്ച് ഒരു അഡ്രസ്സ് എഴുതി ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. എന്താടാ, മുകളിലിരുന്ന് എന്നെ വരയ്ക്കും, താഴെ വന്ന് സോറി ചോദിച്ചിട്ട് ഇത് പറഞ്ഞാൽ ഞാൻ വരുമോ? നടക്കില്ല എന്ന് പറഞ്ഞ് സ്വാതി പോവാൻ തുടങ്ങുമ്പോൾ അവൻ ഉടനെ നടു റോഡിൽ വന്ന് നിൽക്കുകയാണ്. മാഡം, നിങ്ങൾ വരാമെന്ന് പറയുന്നവരെ ഞാൻ ഈ റോഡിൽ നിന്നും മാറില്ല എന്ന് ശുഭം വാശി പിടിക്കുന്നു. ഇപ്പോൾ ഹീറോയിനും പരിഭ്രമിക്കുന്നുണ്ട്. ശരി, വരാം എന്നവർ ദേഷ്യത്തിൽ സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം നമ്മുടെ സ്വാതി ശുഭം കൊടുത്ത അഡ്രസ്സിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അവിടെ നോക്കുമ്പോൾ എക്സിബിഷൻ ഒന്നുമില്ല. അത് ശുഭമിന്റെ വീടിന്റെ അഡ്രസ്സാണ്. എവിടെയാണ് എക്സിബിഷൻ എന്ന് പറഞ്ഞത്? ഇവിടെ വന്നപ്പോൾ വീടാണല്ലോ ഉള്ളത്. കള്ളം പറഞ്ഞ് എന്നെ ഇവിടേക്ക് വരുത്തിയതാണോ എന്ന് സ്വാതി ദേഷ്യപ്പെടുന്നു. അല്ല മാഡം, നിങ്ങളുടെ അച്ഛനോട് എനിക്ക് ബഹുമാനമുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു കാപ്പി കുടിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് വീട്ടിലേക്ക് വിളിച്ചാൽ വരില്ലെന്ന് കരുതി ഇങ്ങനെ വരുത്തിയത് എന്നവൻ പറയാണ്. ഇപ്പോൾ ഹീറോയിനും, നീ എവിടെയാണ് പഠിച്ചത്? എൻ്റെ അച്ഛൻ്റെ എപ്പോഴത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു തുടങ്ങിയ വിവരങ്ങളെല്ലാം ചോദിച്ചറിയുന്നു. അതിനുശേഷം ശുഭം വരച്ച ചില പെയിന്റിങ്ങുകൾ സ്വാതി കാണുന്നു. അതിൽ വളരെ തന്മയത്വത്തോടെ തന്നെ ഒരു പെൺകുട്ടിയെ വരച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് എല്ലാവരും സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഈ പെൺകുട്ടി കഴിക്കാൻ പോലും വഴിയില്ലാതെ ഇരിക്കുകയായിരുന്നു. അതൊരു ഇൻസ്പിറേഷനായി എടുത്താണ് ഞാൻ വരച്ചത് എന്നവൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ സ്വാതിക്ക് ശുഭമനോട് കുറച്ചൊക്കെ ബഹുമാനം തോന്നുന്നുണ്ട്. മാഡം, നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കാണണോ? ഇവിടെ അടുത്തുള്ള തെരുവിലാണ് അവളുള്ളത്, വരൂ ഇപ്പൊ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഷർട്ട് മാറ്റിയിട്ട് വരാമെന്നും പറഞ്ഞ് ശുഭം അവന്റെ റൂമിൽ പോയി ഡ്രസ്സ് മാറുന്നു. അതും പുറത്തുനിന്ന് സ്വാതി കാണുന്നുണ്ട്. സ്വാതിക്ക് വല്ലാത്തൊരു ഫീൽ വരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ശുഭം പുറത്തു വരാണ്. നിങ്ങൾ തന്നെയാണ് വീട്ടിലേക്ക് വിളിച്ചത്, ഇവിടെ വന്നപ്പോൾ കാപ്പി തന്നു, ഇപ്പൊ പുറത്തു പോവാന്ന് പറഞ്ഞ് റെഡിയായി വരുന്നു. ഞാൻ എന്ത് വിചാരിക്കും എന്നൊന്നും നിങ്ങൾ ആലോചിക്കുന്നില്ലേ? എനിക്കിന്ന് പ്രധാനപ്പെട്ട ജോലിയുണ്ട്, എനിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞ് സ്വാതി വരാൻ വിസമ്മതിക്കുകയാണ്. ശരി, ഇന്ന് നിങ്ങൾ പൊക്കോ, നാളെ മീറ്റ് ചെയ്യാമോ എന്ന് ശുഭം ചോദിക്കുകയാണ്. സ്വാതി അത് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം ശുഭമിന്റെ കൂടെ പുറത്തു പോകാൻ സ്വാതി റെഡിയാവുന്നു. എന്നാൽ ആ പയ്യൻ ശുഭം ഫോൺ എടുക്കുന്നതേ ഇല്ല. ഇവർ 4-5 തവണ വിളിക്കുന്നുണ്ട്. അവൻ കട്ട് ചെയ്ത് വിടുകയാണ്. ഇതിൽ സ്വാതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്.
ഇവനെ വിശ്വസിച്ച് ഇവന്റെ കൂടെ പുറത്തു പോകാമെന്ന് വിചാരിച്ചല്ലോ. ഇവനോട് എന്ത് പറയണമെന്ന് ആലോചിച്ച് അവൾ ആഭരണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭം തുടർച്ചയായി തിരിച്ചു വിളിക്കുകയാണ്. അതും വീഡിയോ കോളാണ് ചെയ്യുന്നത്. എന്താ എന്ന ഭാവത്തിൽ അവൾ ഫോൺ എടുത്തപ്പോൾ ഇന്നലെ അവൻ പോർട്രേറ്റിൽ വരച്ച ആ പെൺകുട്ടിയില്ലേ, ഇപ്പോൾ അതേ പെൺകുട്ടിയുടെ കൂടെ നിന്ന് വീഡിയോ കോളിൽ കാണിക്കുകയാണ്. ഇത് കണ്ടതും സ്വാതി വല്ലാതെ ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെയാണ് ശുഭമിനെ നമ്മുടെ സ്വാതിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത്. അതിനുശേഷം സ്വാതിയുടെ കൂടെ ചേർന്ന് ശുഭം പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അനാഥാലയങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ സ്വാതിയെ ആ കുട്ടികളുടെ കൂടെ കളിക്കാൻ വിടുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ഘട്ടത്തിൽ ശുഭമിന്റെ വീടിന്റെ ടെറസിലേക്ക് സ്വാതി വരികയാണ്. അവിടെയും സ്വാതിയുടെ ചിത്രം ശുഭം വരച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പതിയെ സ്വാതിയുടെ അടുത്തേക്ക് വരികയാണ്. സ്വാതിയും അതിൽ മനം മറന്ന് ഇപ്പോൾ ശുഭമിന്റെ കൂടെ ഒന്നാകാൻ തയ്യാറെടുക്കുന്നത് പോലെ അടുക്കുമ്പോൾ പെട്ടെന്ന് സ്വാതിക്ക് ഒരു ഓർമ്മ വരുന്നു. അവിടെ വെച്ച് ശുഭമിനോട് എനിക്ക് നേരത്തെ തന്നെ വിവാഹം കഴിഞ്ഞതാണ് എന്നൊരു ബോംബ് സ്വാതി ഇട്ട് പൊട്ടിക്കുകയാണ്. ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശുഭമിന്റെ വാക്ക് കേട്ടതും നമ്മുടെ ഫസ്റ്റ് ഹീറോ ആയ ആദിത്യ കാർ നിർത്തുന്നു. എടാ, നിനക്ക് എൻ്റെ ഭാര്യയുടെ മേൽ കൈവയ്ക്കാൻ എത്ര ധൈര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ ഹീറോ ആദിത്യ ശുഭമിനെ തല്ലാണ്. ഇങ്ങനെ ശുഭമിനെ അടിച്ചിട്ട് ഇതിനുശേഷം എന്തൊക്കെ ചെയ്തു, എല്ലാ സത്യവും നീ ഇപ്പോൾ പറയണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണ് എന്ന് ഹീറോ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോഴാണ് അവരുടെ കാറിന്റെ ഡിക്കിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ഡിക്കി തുറന്നു നോക്കിയാൽ അവിടെ ഒരു ചാക്കുകെട്ടുണ്ട്. ആ ചാക്കിനുള്ളിൽ ആരാണെന്ന് നോക്കിയാൽ അത് നമ്മുടെ ഹീറോയിനാണ്. അതെ, പ്രസന്റിൽ ഇവർ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ഹീറോയിനെ കൊലപ്പെടുത്തി ആ കാറിൽ കൊണ്ടുവരാണ്. അങ്ങനെ കൊല്ലാൻ മാത്രം മുമ്പ് എന്താണ് നടന്നതെന്ന് അറിയാൻ നമുക്ക് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഹീറോയിൻ ശുഭമിനോട് തനിക്ക് കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞിരുന്നല്ലോ, പക്ഷെ അതിനെപ്പറ്റി ശുഭമിന് വലിയ വിഷമമുള്ളതായി തോന്നിയില്ല. എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഹീറോയിനുമായി അടുക്കാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ എന്തിനാണ് ഭർത്താവ് ഉണ്ടായിട്ടും ഈ ശുഭമിന്റെ കൂടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനും ഒരു കാരണമുണ്ട്. നമ്മുടെ ഹീറോയിനും ഭർത്താവ് ആദിത്യയും കല്യാണം കഴിഞ്ഞ് ഏകദേശം 4-5 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഒരു ജഡം പോലെയോ അല്ലെങ്കിൽ താലി കിട്ടിയതുകൊണ്ട് മാത്രം ജീവിക്കണമെന്നുള്ള രീതിയിലോ ആണ് ജീവിക്കുന്നത്. ഹീറോയിന് പല സ്വപ്നങ്ങളും ഉണ്ട്. മറ്റു ദമ്പതികളെ പോലെ സമയം ചെലവഴിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഭർത്താവ് എപ്പോഴും ബിസിനസ്, ലോൺ, ഓഫീസ് ജോലി എന്ന് പറഞ്ഞ് 24 മണിക്കൂറും അതിൽ തന്നെ ആയിരിക്കും. ഒരു ദിവസം ഹീറോയിൻ ഭർത്താവിനോട് ഭയങ്കരമായി വഴക്കിടുന്നു. എൻ്റെ കൂടെയും കുറച്ച് സമയം ചെലവഴിക്ക്, എന്നെ അറ്റ്ലീസ്റ്റ് പുറത്തെങ്കിലും ഒന്ന് കൊണ്ടുപോ. എൻ്റെ അടുത്ത് വന്ന് എന്നോട് സാധാരണ രീതിയിൽ സംസാരിച്ചിട്ട് എത്ര നാളായെന്നറിയാമോ? നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പാനും തുണി അലക്കാനും മാത്രമാണോ ഞാനുള്ളത് എന്ന് അവൾ ഭയങ്കരമായി ഒച്ചവെക്കുകയാണ്. ആദിത്യ അതൊന്നും കാര്യമാക്കുന്നില്ല. വെറുതെ എന്തെങ്കിലും ഒന്ന് എന്നോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കരുത്. പെണ്ണിന്റെ വീട്ടിലെ മരുമകനായി നിൽക്കുന്നതുകൊണ്ട് നാട്ടുകാർ എന്നെ പറ്റി പലതും പറയുന്നുണ്ട്. ഇപ്പൊ നീയും എന്നെ ചീത്ത പറയാൻ തുടങ്ങി. എനിക്ക് ജോലി തന്നെയാണ് പ്രധാനം. ഈ ജീവിതം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കൂടെ ജീവിക്കുക, ഇല്ലെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞ് ആദിത്യ ജോലിക്കായി പോവാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ കിടന്ന് കരയാണ്. ഇങ്ങനെ പല ദിവസങ്ങളിലും ഹീറോയിൻ കരഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ശുഭമിനെ കാണുന്നതും ഇപ്പോൾ ശുഭവുമായി അടുത്ത് ഇടപഴകുന്നതും. ഇപ്പോൾ രാത്രിയാവുന്നുണ്ട്. ശുഭം ഹീറോയിനെ തുടർച്ചയായി കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാതി ഭർത്താവിന്റെ അടുത്ത് കിടന്നുറങ്ങുന്നത് കൊണ്ട് കോൾ എടുക്കാതെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. തുടർച്ചയായി കോൾ വരുന്നതുകൊണ്ട് ഭർത്താവിന് അറിയാതെ പുറത്തുപോയി ആ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അതിലും ശുഭം ഞാൻ രാവിലെ തന്നെ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ നീ ഇതുവരെ എന്നോട് നിന്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ടെറസിൽ നിന്ന് താഴേക്ക് ചാടും എന്ന് പറഞ്ഞ് ശുഭം ഹീറോയിനെ ഭീഷണിപ്പെടുത്തുന്നു. കട്ട് ചെയ്താൽ പ്രസന്റിലേക്ക് കഥ വരികയാണ്. ആ കാറിന്റെ അടുത്ത് വെച്ച് ഈ കഥ പറഞ്ഞ് ഇവർ രണ്ടുപേരും വഴക്കിടുമായിരുന്നല്ലോ. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോലീസ് വരികയാണ്. കാറിനുള്ളിൽ ഹീറോയിന്റെ മൃതദേഹം ഉള്ളതുകൊണ്ട് കാർ റിപ്പയർ ആയതെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരവിടെ നിന്നും കാർ എടുത്ത് പോവുകയാണ്. ഇപ്പോൾ ഒരു പാലത്തിന് മുകളിൽ വന്ന് ആദിത്യ കാർ നിർത്തുന്നു. അവിടെ ശുഭമിനോട് കാർ ഡിക്കിയിലുള്ള സ്വാതിയുടെ മൃതദേഹം എടുത്ത് താഴെയുള്ള വെള്ളത്തിലിടാൻ പറയുകയാണ്. ശുഭം മൃതദേഹം വെള്ളത്തിലിടുന്നതും വെള്ളത്തിൽ ഹീറോയിന്റെ മൃതദേഹം ഒഴുകി പോകുന്നതും കാണിക്കുന്നു. ഇനി വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. സത്യത്തിൽ അന്ന് രാത്രി ഹീറോയിൻ ശുഭവുമായി ഫോണിൽ സംസാരിക്കുന്നത് അവരുടെ ഭർത്താവ് ആദിത്യ ഉറങ്ങാതെ കേട്ടിട്ടുണ്ടായിരുന്നു. അതെ, അവരെന്താണ് സംസാരിച്ചതെന്ന് മുഴുവനായും കേട്ടു. വീഡിയോ കോളിൽ ശുഭം ലവ് യു എന്ന് പറയാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ. അത് പേടിച്ചെന്ന് പറയാൻ പറ്റില്ല. ഇവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആ ശുഭവനെ സ്നേഹിക്കുന്നു എന്ന് അവളും സമ്മതിക്കുന്നുണ്ട്. അതും ഒരിടത്ത് നിന്ന് ആദിത്യ കേൾക്കുന്നുണ്ട്. തന്റെ ഭാര്യ മറ്റൊരുത്തനെ സ്നേഹിക്കുന്നു എന്നോർത്ത് അയാൾ ഭയങ്കരമായി കരയുന്നുണ്ട്. അടുത്ത ദിവസം ഭർത്താവ് ജോലിക്ക് പോയ ശേഷം നമ്മുടെ ഹീറോയിൻ ഈ ശുഭമിനെ കാണാനായി അവന്റെ വീട്ടിലേക്ക് വരാണ്. അങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭർത്താവിന്റെ കോൾ വരുന്നു. സത്യത്തിൽ ഭാര്യ ശുഭമിന്റെ വീട്ടിലാണുള്ളതെന്ന് ആദിത്യക്ക് അറിയാം. എന്നാൽ എവിടെ പോയി എന്നൊന്നും അറിയാത്തതുപോലെ ചോദിക്കും. ഇവരും ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലാണ്, ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ശുഭമനോട് എൻ്റെ ഭർത്താവ് വിളിച്ചു, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് വേഗത്തിൽ ഇറങ്ങാണ്. അങ്ങനെ പുറത്തിറങ്ങി ക്യാബ് പിടിക്കാനായി ശുഭമിന്റെ കൂടെ നടന്നു വരാണ്. അങ്ങനെ ശുഭം വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് അവിടെ ഒരിടത്ത് നിന്ന് ആദിത്യ കാണുന്നുണ്ട്. എടാ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ഇവർ രണ്ടുപേരും പുറത്തു പോയ സമയത്ത് അയാൾ ശുഭമിന്റെ വീട്ടിലേക്ക് കയറാണ്. ആ വീട് മൊത്തം നോക്കുമ്പോൾ അവിടെ ബെഡും മദ്യക്കുപ്പികളൊക്കെ കാണുന്നുണ്ട്.
ഇവിടെയാണോ ഭാര്യ ശുഭമിന്റെ കൂടെ കഴിഞ്ഞത് എന്നൊക്കെ ആലോചിച്ച് അയാൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. മറ്റൊരു വശത്ത് ക്യാബ് പിടിക്കാൻ വന്ന ഹീറോയിൻ തന്റെ ഫോൺ ശുഭമിന്റെ വീട്ടിൽ മറന്നു വെച്ച് പോവാണ്. എടാ വീട്ടിൽ പോയി ഫോൺ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ശുഭമിന്റെ കൂടെ വീണ്ടും ഹീറോയിൻ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ വീട്ടിനുള്ളിൽ ആദ്യത്തെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അയാൾ ഭാര്യയുടെ ഫോൺ കാണുന്നുണ്ട്. അയാളെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അവിടെയുള്ള ഒരു റൂമിൽ പോയി ഒളിക്കുകയാണ്. ഇപ്പോൾ ഹീറോയിനും ശുഭവുമായി വന്ന് ഫോൺ അന്വേഷിക്കുന്നുണ്ട്. ശുഭമിന്റെ മനസ്സ് അവിടെ മാറുന്നുണ്ട്. ഹീറോയിൻ ഒരു ഡ്രോയർ തുറക്കുമ്പോൾ അത് പെട്ടെന്ന് അടച്ചിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് ശുഭം അടുക്കുകയാണ്. ഇപ്പോൾ കാണാൻ വളരെ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ ഒന്നാകുന്നു. ഇതെല്ലാം ഒരു റൂമിലിരുന്ന് കടുത്ത വേദനയോടെ ഹീറോയിന്റെ ഭർത്താവ് ആദിത്യ കാണുന്നുണ്ട്. പക്ഷെ തടയുന്നില്ല. കട്ട് ചെയ്താൽ കഥ പ്രസന്റിലേക്ക് വരികയാണ്. ഹീറോയിന്റെ മൃതദേഹം ഉപേക്ഷിച്ച ശേഷം ആദിത്യ ശുഭമിനെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് ആദിത്യയ്ക്ക് ഒരു ചിന്ത വരുന്നത്. എന്റെ ഭാര്യയുടെ ഫോണോട് കൂടിയല്ലേ അവളെ വെള്ളത്തിലിട്ടത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശുഭം അല്ല, ആ മൃതദേഹം വെള്ളത്തിലിടുമ്പോൾ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ആദിത്യ ആകെ ടെൻഷൻ ആവാണ്. ഉടനെ തന്റെ ഭാര്യയുടെ മൊബൈലിലേക്ക് അയാൾ കോൾ ചെയ്ത് നോക്കുമ്പോൾ അത് ഏതോ ഒരു സ്ത്രീ എടുത്തിട്ട് ഹലോ എന്ന് പറയുന്നതായി കാണിക്കുന്നു. ഇയാൾക്ക് ആകെ പേടിയാവുന്നുണ്ട്. ശരി, ആ സ്വാതിയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് ചിന്തിക്കുകയാണല്ലേ. സത്യത്തിൽ സ്വാതി ശുഭമിന്റെ പ്രണയത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ ഒരു ദിവസം സ്വാതിയുടെ വീട്ടിലേക്ക് തന്നെ ശുഭം വന്നിട്ടുണ്ടായിരുന്നു. സ്വാതി പരിഭ്രമിക്കുന്നുണ്ട്. ഇവിടെ എന്തിനു വന്നു? എൻ്റെ ഭർത്താവ് ഇപ്പോഴാണ് ജോലിക്ക് പോയത്, നീ വന്നത് അദ്ദേഹം കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവർ കരയാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് ശുഭം ഹീറോയിന്റെ അടുത്തേക്ക് അടുക്കാണ്. അങ്ങനെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ ഷോൾ മുറുക്കി കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലുന്നു. അങ്ങനെ അവളെ കൊല്ലുമ്പോൾ ജനലിലൂടെ ഇതെല്ലാം നമ്മുടെ ഹീറോയിന്റെ ഭർത്താവായ ആദിത്യ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭാര്യ മരിച്ചതിന് ശേഷം ആ വീട്ടിലേക്ക് അവനും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തന്റെ ഭാര്യയെ കൊന്ന ശുഭമിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഭാര്യയെ കൊന്നല്ലോ, വളരെ നന്ദി എന്ന് പറയാണ്. ഇയാൾ പറഞ്ഞതുപോലെയോ? എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ക്ഷമയോടെ കാണണം, പല ട്വിസ്റ്റുകളും കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഥ പ്രസന്റിലേക്ക് വരികയാണ്. അതായത് മൃതദേഹം കളഞ്ഞ ശേഷം സ്വാതിയുടെ ഫോൺ വേറൊരു സ്ത്രീ എടുത്തു എന്ന് ഹീറോ കേട്ടിരുന്നല്ലോ. അതും ഈ ശുഭമിനോട് പറയാണ്. മേ ബി നമ്മൾ പോലീസിന്റെ കയ്യിൽ പെടാൻ പോലും സാധ്യതയുണ്ട്, നീ സൂക്ഷിക്കണം, ഞാൻ പറയുന്നത് മാത്രം ഇനി ഫോളോ ചെയ്താൽ മതി, ഇനി നമ്മൾ ഇടയ്ക്കിടെ മീറ്റ് ചെയ്യണ്ട എന്ന് പല കാര്യങ്ങളും ഹീറോ അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അതായത് ശുഭമിന്റെ വീട്ടിൽ തന്നെ ഭാര്യയും ശുഭവും ഒന്നായിരിക്കുന്നത് ആദ്യത്തെ കണ്ടിരുന്നല്ലോ. അതിൽ അയാൾ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്റെ ഭാര്യയുടെ ഫോണും ആദ്യത്തെ കൈക്കലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്വാതിയും ശുഭവുമായി ഒന്നിച്ച ശേഷം തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അവിടെ വീടിന് ചുറ്റും നിറയെ മെഴുകുതിരികൾ ആദിത്യ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അവർക്കും വലിയ ഷോക്കാവുന്നുണ്ട്. ആദിത്യ സർപ്രൈസിംഗ് ആയി വന്ന് ഇന്ന് നിന്റെ പിറന്നാളല്ലേ, അതിനൊരു ചെറിയ സർപ്രൈസ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നു. എങ്ങനെയൊന്നും ഇവൻ ചെയ്യില്ലല്ലോ, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഹീറോയിന് അവിടെ എന്ത് റിയാക്ട് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുകയാണ്. നിനക്ക് മറ്റൊരു ഗിഫ്റ്റ് കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഒരു ഐഫോൺ വാങ്ങി ആദ്യത്തെ ഹീറോയിന് കൊടുക്കുകയാണ്. നിന്റെ പഴയ ഫോൺ എടുക്ക്, ആ സിം ഇതിലേക്ക് ഇടാം, എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ബാഗിൽ പഴയ ഫോണില്ല എന്ന് പറയാണ്. ശുഭമിന്റെ വീട്ടിൽ വെച്ച് മറന്നല്ലോ. ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഭർത്താവ് കണ്ടുപിടിക്കുമെന്ന് ഭയന്ന് എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. എന്താ ഫോൺ തിരയുന്നത്, ഫോൺ കാണുന്നില്ലേ, പോലീസിൽ പോയി പരാതിപ്പെടാം എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ്. അതൊന്നും വേണ്ട, എനിക്ക് തലവേദനിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, നാളെ ഞാൻ തന്നെ പോയി പരാതിപ്പെട്ടോളാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൾ അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ രാത്രി തന്റെ ഭാര്യ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആദിത്യ അവരുടെ ഫോൺ എടുത്ത് അവിടെയുള്ള കബോർഡിൽ ഒരു പുസ്തകത്തിനിടയിൽ വയ്ക്കുകയാണ്. ഇപ്പോൾ ഉറക്കത്തിൽ നിന്നും ഭാര്യയെ വിളിച്ചുണർത്തി, നാളെ എനിക്ക് ജോലി ആവശ്യമായി ഡൽഹി വരെ പോകേണ്ടതുണ്ട്, നീ ഇവിടെ തനിച്ചിരിക്കില്ലേ, അതോ എൻ്റെ കൂടെ വെക്കേഷൻ ട്രിപ്പ് പോലെ വരുന്നുണ്ടോ, നീയും മറ്റു ദമ്പതികളെ പോലെ നമ്മൾ സമാധാനമായി ജീവിക്കണമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് രണ്ടുപേർക്കും സമയം ചെലവഴിക്കുന്ന പോലെ ഇരിക്കും എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ ഭർത്താവിന്റെ അസാധാരണമായ പെരുമാറ്റം കണ്ട് ഹീറോയിന് പേടി കൂടി വരാണ്. അടുത്ത ദിവസം അവർ വന്ന് ഈ ശുഭമിനെ കാണുകയാണ്. ഇന്ന് എൻ്റെ ഭർത്താവ് ഡൽഹിക്ക് പോയിട്ടുണ്ട്, ഇന്നലെ വളരെ അസാധാരണമായിട്ടാണ് പെരുമാറിയത്, എൻ്റെ ഫോൺ ഇവിടെ കാണാതായി, എന്നാൽ അദ്ദേഹം അവിടെ പുതിയൊരു ഫോൺ വാങ്ങി തരുന്നു, എന്നെ ഇതുവരെ ഇല്ലാത്ത വിധം സർപ്രൈസ് ചെയ്യുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കാര്യം ഭർത്താവ് അറിഞ്ഞു കാണുമോ, എനിക്ക് ഭയമാവുന്നുണ്ട്. ഇനി മുതൽ നമ്മുടെ റിലേഷൻഷിപ്പ് തുടരണ്ട, എൻ്റെ ഭർത്താവിനോട് ഞാൻ സത്യസന്ധയായിരിക്കാൻ ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് എന്ന് സ്വാതി പറയാണ്. ഇത് കേട്ട് ശുഭമിന്റെ മുഖം ഭയങ്കരമായി മാറാണ്. എന്ത് ഭ്രാന്താണ് പറയുന്നത്, അതിനൊക്കെ ആരെങ്കിലും വിട്ടുപോവോ എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ സ്വാതി വിട്ടുപോവാണ്. അതിനുശേഷം ശുഭം ദേഷ്യപ്പെട്ട് സ്വാതിക്ക് തുടർച്ചയായി കോൾ ചെയ്തുകൊണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് ശുഭമനെ ആദ്യമായി ആദിത്യ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താടാ, സുഖമാണോ, എവിടെ പോവാണ്, എൻ്റെ ഭാര്യയെ തേടിയാണോ പോണത് എന്ന് വെട്ടി തുറന്ന് ചോദിക്കുമ്പോൾ ശുഭം പേടിച്ചു പോകുന്നുണ്ട്. അതിനുശേഷമാണ് ആദിത്യ അവനെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാറിൽ വെച്ച് അവന്റെ പേരും അഡ്രസ്സും എല്ലാം ചോദിച്ചറിഞ്ഞ് ഈ ചെറിയ പയ്യൻ ശുഭമിന്റെ പേരിൽ മേഘാലയയിൽ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച പോലീസ് കേസ് തന്നെയുണ്ട് എന്ന് ആദിത്യ പറയുന്നു. അതെ, ശുഭം അത്ര നല്ലവനൊന്നുമല്ല. അവൻ ഓരോ നാട്ടിലും പോയി പണക്കാരായ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് പ്രണയിച്ച് വഞ്ചിച്ച് പണം തട്ടി വരും. അങ്ങനെയാണ് ഹീറോയിന്റെ അച്ഛൻ, ആ വലിയ ചിത്രകാരൻ, അയാൾ പണക്കാരനല്ലേ,
അതുകൊണ്ട് ഹീറോയിന് കല്യാണം കഴിഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ടാർഗറ്റ് ചെയ്ത് ഇരുന്നത്. എല്ലാം കോടിക്കണക്കിന് വിലയുള്ള ആ ചിത്രങ്ങളിൽ ആശ വെച്ച് തന്നെയാണ്. എന്നാൽ അതെങ്ങനെയോ ഇപ്പോൾ ആദിത്യ കണ്ടുപിടിച്ചു. പോലീസിനോട് പറയട്ടെ എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ശുഭം ലോക്കാവുന്നുണ്ട്. അപ്പോഴാണ് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചത്. നീ എൻ്റെ ഭാര്യയായ സ്വാതിയെ കൊല്ലണം, നിനക്ക് ഞാൻ അതിന് 10 ലക്ഷം രൂപ തരാം, നീ ഇത് ചെയ്താൽ നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന കാര്യം പോലീസിൽ അറിയാതിരിക്കാം എന്ന് ആദിത്യ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ശുഭം ഇങ്ങനെ മാറി നമ്മുടെ ഹീറോയിനെ കൊന്നത്. അവിടെയും ആ ട്വിസ്റ്റുകളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിന്റെ ഫോൺ ഉണ്ടല്ലോ, അതൊരു സ്ത്രീ എടുത്തുകൊണ്ടുവന്ന് പോലീസിൽ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ ആദിത്യ ആ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഹീറോ ആദിത്യയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. അവിടെ ഒരു ഇൻസ്പെക്ടറെ കാണിക്കുന്നുണ്ട്. എന്താ സാർ, നിങ്ങളുടെ ഭാര്യയുടെ ഫോൺ മാറിയിരിക്കുന്നു, നിങ്ങളുടെ ഭാര്യയെ കാണാനില്ല, അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയെ 3 ദിവസമായി കാണാനില്ല സാർ, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആദിത്യ പറയുന്നുണ്ട്. എന്താ സാർ ഒരു പരാതി പോലും കൊടുക്കാതെ അന്വേഷിക്കുന്നത് എന്ന് പോലീസ് ഇൻസ്പെക്ടർക്കും ഒരു സംശയം വരുന്നുണ്ട്. എവിടെയൊക്കെ അന്വേഷിച്ചു, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഇപ്പോൾ ആദിത്യ അവിടെ നിന്നും പോയ ശേഷം അവിടെയുള്ള ഒരു കോൺസ്റ്റബിൾ വന്ന ഇൻസ്പെക്ടറോട്, സാർ ഇപ്പോൾ വന്നു പോയ ആളൊരു സാധാരണക്കാരനല്ല, ഇപ്പോൾ കാണാതായ പെൺകുട്ടി അവരുടെ പേര് സ്വാതി എന്നാണ്. ആ സ്വാതിയുടെ അച്ഛൻ വലിയൊരു ചിത്രകാരനാണ്, വലിയ കോടീശ്വരനാണ്, അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങൾക്ക് 4 കോടി 5 കോടിയൊക്കെ വിലയുണ്ട്, ഈ കേസ് നമ്മൾ കയ്യിലെടുത്താൽ നല്ല കാശുണ്ടാക്കാം എന്ന് പറയാണ്. ഇപ്പോൾ ആ ഇൻസ്പെക്ടറും ഇതിൽ താല്പര്യം കാണിക്കുന്നു. അങ്ങനെ നേരെ ആദിത്യയുടെ വീട്ടിലേക്കും ഈ ഇൻസ്പെക്ടർ വരികയാണ്. അവിടെയുള്ള പെയിന്റിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. സത്യത്തിൽ അത് സ്വാതിയുടെ വീടാണല്ലോ, അവളുടെ വീട്ടിലെ മരുമകനായിട്ടല്ലേ ആദിത്യം നിൽക്കുന്നത്, അതൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. സ്വാതിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ വീട്, സ്വത്ത്, പെയിന്റിങ് എല്ലാം സ്വാതിയുടെ പേരിലാണ് ഉള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ ഈ ആദിത്യ കൊന്നിട്ടുണ്ടാവുമോ എന്നൊരു സംശയം പോലീസിന് വരികയാണ്. സത്യത്തിൽ സത്യം അത് തന്നെയാണ്, എന്നാൽ തെളിവില്ലാത്തത് കൊണ്ട് സംശയം മാത്രമേ ഉള്ളൂ. അങ്ങനെ പോലീസ് വീട്ടിൽ വെച്ച് ആദിത്യയെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു മൂലയിൽ നിന്ന് ഈ ശുഭം ഉണ്ടല്ലോ അവൻ എത്തി നോക്കുകയാണ്. ഇപ്പൊ പോലീസുകാരെ അവിടെ നിന്നും പറഞ്ഞയച്ചിട്ട് ഈ ശുഭമിന്റെ അടുത്ത് വന്നിട്ട്, നിന്നോട് എത്ര തവണ പറഞ്ഞു ഇവിടെ വരരുത്, എൻ്റെ കൂടെ സംസാരിക്കരുതെന്ന്, ഞാൻ പറയുന്നത് വരെ അടങ്ങിയിരിക്കുക, ഈ പോലീസുകാരെയൊക്കെ സമാധാനിപ്പിച്ചിട്ട് നിന്നെ സേഫ് ആക്കാം എന്ന് ആദിത്യ ശുഭമിനെ ഭീഷണിപ്പെടുത്തുന്നു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടെ വന്നത്. സത്യത്തിൽ നിന്റെ ഭാര്യ, എൻ്റെ കാമുകിയ സ്വാതി ഇതുവരെ മരിച്ചിട്ടില്ല, അവൾ ജീവനോടെ ഉണ്ട്. ഇന്നലെ ഷൂ ലേസ് അഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ തലയിൽ ആരോ തടവിട്ട് പോയി, നോക്കിയപ്പോൾ അത് സ്വാതിയാണ്, അവൾ നമ്മളെ എന്തെങ്കിലും ചെയ്യും, അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞ് ശുഭം പോവാണ്. ഇപ്പോൾ ആദിത്യയ്ക്കും ആകെ പേടിയാവുന്നുണ്ട്. ഒരുപക്ഷെ മരിച്ചു പോയിട്ട് അവൾ പ്രേതമായി വന്നതാണോ എന്ന് അയാൾ ഭയപ്പെടുന്നു. അപ്പോഴാണ് സ്വന്തം റൂമിൽ നോക്കുമ്പോൾ തന്റെ ഭാര്യയുടെ കൂടെ എടുത്ത ഒരു ഫോട്ടോ കീറിപ്പോയിരിക്കുന്നത് അയാൾ കാണുന്നത്. അതിനുശേഷം തന്റെ ഭാര്യയുടെ ഫോൺ അയാൾ എടുത്തുകൊണ്ട് വന്നല്ലോ, ആ ഫോണും അവിടെ കാണാനില്ല. ഒരു ദിവസം പെട്ടെന്ന് ആദിത്യ എന്ന പേര് തന്റെ ഭാര്യയുടെ ശബ്ദത്തിൽ ആരോ വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നുകയാണ്. ഇതൊക്കെ അയാളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇൻസ്പെക്ടർ അടുത്ത് നിന്ന് ആദിത്യയ്ക്ക് അർജന്റായി ഫോൺ കോൾ വരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഓഫീസ് ടേബിളിൽ നിങ്ങളുടെ ഭാര്യയുടെ പഴയ ഫോൺ ഇരിക്കുന്നത് കണ്ടു എന്ന് പറയാണ്. ആദിത്യ ആകെ ഞെട്ടുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ കബോർഡിലല്ലേ വെച്ചത്, എങ്ങനെ അവിടെ പോയി എന്ന് അയാൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് പോലീസിൽ നിന്നും ഞങ്ങൾക്കൊരു മൃതദേഹം കിട്ടിയിട്ടുണ്ട്, അത് വന്ന് നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ ഭാര്യയാണോ എന്ന് പറയണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് നമ്മുടെ സ്വാതി ശുഭവുമായിരിക്കുന്ന ദിവസങ്ങളിൽ ആദിത്യ തന്റെ ഭാര്യ സ്വാതിക്ക് ഒരു ടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാമെന്ന് പറഞ്ഞ ഒരു കത്തി വെച്ചിട്ട്, നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ഭാര്യയോട് ചോദിക്കുമ്പോൾ അവരും ഞാനൊരു പക്ഷെ നിങ്ങളെ വിട്ട് വേറൊരു പയ്യന്റെ കൂടെ പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരും ഒരു കത്തി കാണിച്ചിട്ട് നിന്നെ കൊന്നുകളയും, എനിക്ക് എപ്പോഴും സത്യസന്ധയായിരിക്കുന്ന പെണ്ണിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ സ്വാതി വല്ലാതെ വിറച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് ശുഭമിന്റെ അടുത്ത് നിന്ന് കോൾ വരുന്നുണ്ട്. വിയർത്ത് കുളിച്ച് ശുഭമായി ഫോണിൽ സംസാരിക്കാൻ പോവുകയാണ്. പോലീസുകാർ പ്രധാനപ്പെട്ട ഒരു വിവരം കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ഈ ആദിത്യ ഉണ്ടല്ലോ, അയാൾ തന്റെ കാറ് ഭാര്യയെ കാണാതായതിന്റെ അടുത്ത ദിവസം സർവീസിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കാറ് സർവീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിക്കിയിൽ നിന്നും ഒരു രക്തക്കറ എടുത്തതായും ആ സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ സ്വാതിയുടെ രക്തമാണെന്നും പോലീസ് കൺഫേം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഹീറോയ്ക്കും ചില ഫോട്ടോകൾ ഒരു അപരിചിതമായ നമ്പറിൽ നിന്നും വരുന്നുണ്ട്. അതായത് അയാൾ ശുഭവുമായി സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതാരോ രഹസ്യമായ ഫോട്ടോ എടുത്ത് ഇപ്പോൾ ഇയാൾക്ക് അയച്ചിരിക്കുകയാണ്. ഇതൊക്കെ ആരാണ് അയക്കുന്നതെന്ന് ഹീറോ ഭയപ്പെടുമ്പോൾ വീണ്ടും തന്റെ ഭാര്യ സ്വാതിയുടെ ശബ്ദം അയാൾക്ക് കേൾക്കാണ്. ഇപ്പോൾ പോലീസിൽ ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മൃതദേഹം നമ്മുടെ ആദിത്യ വന്ന് നോക്കാണ്. നല്ല സമയം അത് നമ്മുടെ സ്വാതിയുടെ മൃതദേഹം അല്ല. അതിൽ അയാൾ വീണ്ടും പരിഭ്രാന്തനാവുന്നുണ്ട്. ഇപ്പോൾ ഹീറോ പല കാര്യങ്ങളും ആലോചിച്ച് നോക്കുന്നുണ്ട്. തന്റെ ഭാര്യ, ചില ഭർത്താക്കന്മാർ ക്രൂരന്മാരെങ്കിലും ആയിരിക്കും, ഇങ്ങനെ ഭാര്യയുടെ സമ്മതം പോലും ഇല്ലാതെ അവരുടെ അടുത്ത് മോശമായി പെരുമാറും. ഇങ്ങനെ എൻ്റെ അടുത്ത് മോശമായിട്ടെങ്കിലും പെരുമാറ്, അതിലൂടെയെങ്കിലും നമ്മൾ ഒന്നായിരിക്കുമല്ലോ, എന്നെ നശിപ്പിക്കാനെങ്കിലും ചെയ്യ് എന്നൊക്കെ അവർ കഷ്ടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ഈ ആദിത്യയെ അവർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഹീറോ തരുമ്പ് പോലും റിയാക്ട് ചെയ്യാതെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭാര്യ നമ്മളെ വിട്ട് ആ ശുഭമിന്റെ പിന്നാലെ പോയത്. നമ്മൾ തെറ്റ് ചെയ്തു പോയി, ഞാൻ ഭാര്യയുടെ കൂടെ ഉണ്ടാകണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഓർത്ത് അയാൾ വിഷമിക്കുകയാണ്.
ഇവിടെ പോലീസ് ഇൻസ്പെക്ടർക്കും ഒരു പ്രധാനപ്പെട്ട CCTV ഫുട്ടേജ് കിട്ടുന്നു. അതിൽ നമ്മുടെ ഹീറോയും ആ ശുഭവും ഒന്നിച്ച് കാറിൽ പോകുന്നതും അതും ഭാര്യയെ കാണാതായ ആ രാത്രി പോയതായും കാണുകയാണ്. അതിൽ ഒരു വലിയ കാര്യം ഈ ഇൻസ്പെക്ടർ കണ്ടുപിടിക്കുന്നു. നിങ്ങളെ രണ്ടുപേരെയും ചോദ്യം ചെയ്യണം എന്നയാൾ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ആദിത്യ അവരുടെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ മരിച്ചുപോയ തൻ്റെ ഭാര്യയുടെ ഷോൾ, മേക്കപ്പ് കിറ്റ് എന്നിവയെല്ലാം പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഭാര്യയുടെ ചെരുപ്പും അവിടെയുണ്ട്. കട്ട് ചെയ്താൽ ഇപ്പോൾ പോലീസുകാരും ആദിത്യയോട് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു. ആദിത്യ സ്റ്റേഷനിലേക്ക് വന്നാൽ അവിടെ ശുഭമിനെ അറസ്റ്റ് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട്. ഇൻസ്പെക്ടർ മുന്നിൽ വന്നിട്ട് നിങ്ങളുടെ സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ആ രാത്രി കാറിൽ പോയത്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്താണ് സ്വാതിയെ കൊന്നത്. ആരാണ് സത്യം പറയുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ വിവരം അറിയും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ ആ ശുഭം ഉണ്ടല്ലോ, അവനും വല്ലാതെ പേടിക്കുന്നുണ്ട്. സാർ, ഞാൻ സത്യം പറഞ്ഞു തരാം സാർ എന്ന് പറഞ്ഞ് അവൻ സത്യം പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദിത്യ തടഞ്ഞിട്ട് നീ വായടക്കടാ, ഞാൻ പറയാമെന്ന് പറഞ്ഞ് നോക്കൂ സാർ, ഈ ശുഭം അവൻ എൻ്റെ ഭാര്യയുമായി ഒരു ബന്ധം വെച്ചിരുന്നു സാർ. നിങ്ങൾ പറയൂ സാർ, നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ഒരു പയ്യനുമായി ബന്ധം വെച്ചിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതേ ദേഷ്യം തന്നെയാണ് സാർ എനിക്കും. അതുകൂടാതെ എൻ്റെ ഭാര്യയുടെ അച്ഛൻ ഒരു വലിയ ചിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ പേരിന് കളങ്കം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി സാർ. അതിനുശേഷം ഇവനെ ഞാൻ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി. എൻ്റെ ഭാര്യയെ വിടാൻ പറഞ്ഞു. എന്നാൽ ഇവൻ കേട്ടില്ല, പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തി. അതിനുശേഷം കൊടുക്കാമെന്ന് പറഞ്ഞാണ് അന്ന് രാത്രി ഞങ്ങൾ കാറിൽ മീറ്റ് ചെയ്തത്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞ് അയാൾ വേറൊരു കഥ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. എന്നാൽ അത് പോലീസ് വിശ്വസിക്കുന്നതായി തോന്നുന്നില്ല. ഇപ്പോൾ പോലീസിന് ഒരു പ്രധാനപ്പെട്ട ഫോൺ കോൾ വരുന്നുണ്ട്. ആണോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും അവരുടെ വാനിൽ കയറ്റി ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അതാ ചെറിയ പയ്യൻ ശുഭമിന്റെ വീടാണ്. ശുഭം പരിഭ്രമിക്കുകയാണ്. എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ എന്തിനാണ് പോകുന്നത്? ഇവിടെ ഒന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പോലീസിനെയും ആദിത്യയെയും തടയാണ്. അപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുന്നത്. നിന്റെ വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ ശബ്ദം ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ടെന്ന്. അതാരാണെന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ശുഭമിന്റെ വീട് ഇവർ പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു മുറിയിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ സ്വാതി, അവരെ ഈ ശുഭം തട്ടിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കാണുന്നത്. ഇപ്പോഴും ജീവനോടെ കെട്ടിയിട്ടിരിക്കുകയാണ്. കാണുന്ന പോലീസിന് മാത്രമല്ല, ഈ ശുഭമിന്റെ കൂടെ ചേർന്ന് ഈ പ്ലാൻ ഇട്ട് തന്റെ ഭാര്യയെ കൊന്നു എന്ന് വിചാരിക്കുന്ന നമ്മുടെ ആദിത്യയ്ക്കും വലിയ ഷോക്കാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ആ സ്ഥലത്ത് നിന്നും നമ്മുടെ ഹീറോയിനെ വെള്ളം തളിച്ചിട്ട് അവിടെ കയറൊക്കെ അഴിച്ചുവിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. അവരെഴുന്നേറ്റതും ഈ ശുഭമിനായിട്ട് അടിക്കുകയാണ്. എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞ് തന്റെ ഭർത്താവ് ആദിത്യയെ കെട്ടിപ്പിടിച്ച് പോലീസിനോട്, സാർ ഇവനാണ് സാർ എന്നെ ഇത്ര നാളായി ഇവിടെ അടച്ചിട്ട് ഉപദ്രവിക്കുന്നത്, ഇവനാണ് സാർ എല്ലാത്തിനും കാരണം എന്ന് പറയുന്നു. ശുഭമിന് അവിടെ എന്താണ് നടക്കുന്നതെന്നേ മനസ്സിലാവുന്നില്ല. സാർ, ഇവള് കള്ളം പറയാണ് സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അവൻ കരയാണ്. അപ്പോഴാണ് സ്വാതി സത്യം പറയുന്നത്. അതെ സാർ, ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ച് ഈ ശുഭമിനെ പ്രണയിച്ചത് എല്ലാം സത്യമാണ് സാർ എന്ന് പറഞ്ഞ് തൻ്റെ ഭർത്താവിനോട് മാപ്പ് ചോദിക്കുകയാണ്. ഈ ശുഭമിന്റെ മേൽ പ്രണയത്തിലായ ശേഷമാണ് ഇവന്റെ യഥാർത്ഥ മുഖം എനിക്ക് മനസ്സിലായത് സാർ. അതായത് ഇവന്റെ യഥാർത്ഥ പേര് ശുഭം എന്നല്ല സാർ. ഒരു ദിവസം ഇവന്റെ ഡ്രോയർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവന്റെ യഥാർത്ഥ പേര് രാജു എന്നാണ്. അതാരാണെന്ന് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മേഘാലയയിലുള്ള സ്ത്രീകളെയൊക്കെ വഞ്ചിക്കുന്ന ഒരു തട്ടിപ്പുകാരനാണെന്ന്. അങ്ങനെയാണ് സാർ എൻ്റെ അച്ഛൻ പണക്കാരനും ഒരു ചിത്രകാരനുമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ വന്ന് എന്നെ വഞ്ചിച്ചത്. ഞാനും ഒരു ജീവിതം കിട്ടാൻ പോകുന്നു എന്ന് കരുതി അത് വിശ്വസിച്ച് ഇവൻ പറയുന്നതൊക്കെ കേട്ട് എൻ്റെ ഭർത്താവിനെ തന്നെ വഞ്ചിച്ചു പോയി സാർ. ഇതറിഞ്ഞ് ഞാൻ അവനോട് ന്യായം ചോദിച്ചപ്പോൾ അവൻ എന്നെ അവൻ്റെ വീട്ടിൽ കെട്ടിയിട്ട് പൊതിരെ തല്ലി സാർ. ഇത്രയും നാളും അവൻ്റെ വീട്ടിലാണ് സാർ ഞാൻ ഉണ്ടായിരുന്നത് എന്ന് ഹീറോയിൻ കരയാണ്. ഇപ്പോൾ പോലീസുകാർക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ആദിത്യയ്ക്ക് മാത്രം ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ ഇവന്റെ കൂടെ ചേർന്നിട്ടല്ലേ നമ്മുടെ ഭാര്യയെ കൊല്ലാൻ പോയത്. എന്നാൽ ഏതോ ഒന്ന് തെറ്റായിട്ടുണ്ടല്ലോ എന്ന ആൾക്ക് തോന്നുകയാണ്. ഇപ്പോൾ പോലീസുകാരും അവിടെ അടിച്ച് ശുഭമിനെ സെല്ലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഹീറോയിനും, സാർ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു സാർ, എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് സോറി പറയണം, അദ്ദേഹത്തോടൊപ്പം ഞാൻ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ പൊക്കോളൂ, ഞാൻ അന്വേഷിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരും വീട്ടിലേക്ക് അയച്ചിട്ട് ശുഭമിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുന്നു. ഇപ്പോൾ രാത്രി തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വരാൻ പോലും നമ്മുടെ ആദിത്യ ഭയപ്പെടുകയാണ്. അയാൾക്കുള്ളിൽ ഒരു ആലോചനയുണ്ട്. അപ്പോഴാണ് നമ്മുടെ സ്വാതി എഴുന്നേറ്റിട്ട്, ഞാനൊന്നും ചെയ്യില്ല, ഭയപ്പെടാതെ വന്ന് കിടക്ക്, ഞാൻ നിന്നെ പോലെ അല്ല എന്ന് പറയുന്നത്. ഹീറോ ഷോക്കാവുന്നു. നീ ആ ശുഭമിന്റെ കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് എന്നെ ആ പുഴയിൽ എറിഞ്ഞതൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. എന്നാൽ സത്യത്തിൽ നടന്നത് എന്താണെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് ഹീറോയിനൊരു സത്യം പറയുന്നു. അതായത് ഇതാണ് യഥാർത്ഥ സത്യം. നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അയാൾ ആ ശുഭമിന്റെ അടുത്ത് വന്ന് അവന്റെ ആ മേഘാലയ കേസിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്റെ ഭാര്യയെ കൊല്ലാൻ പറഞ്ഞ് 10 ലക്ഷം രൂപ കൊടുത്തിരുന്നല്ലോ. അത് ആ ശുഭം വാങ്ങിച്ചുകൊണ്ട് നേരെ ഈ സ്വാതിയെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സ്വാതിയോട്, നീ വിചാരിക്കുന്ന പോലെ നിന്റെ ഭർത്താവ് അത്ര നല്ലവനൊന്നുമല്ല, അവനും ഒരു ഫ്രോഡുകാരൻ പയ്യനാണ്, അവനും നിന്റെ സ്വത്തിൽ ആശ വെച്ചിട്ടാണ് എന്നെ വെച്ച് നിന്നെ കൊല്ലാൻ പറഞ്ഞ് എനിക്ക് പണം തന്നത്. വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിന്റെ കഴുത്ത് ഞെരിക്കുന്ന പോലെ അഭിനയിക്കാം, നീയും അഭിനയിക്കുന്ന പോലെ അഭിനയിച്ച് ബോധം കെട്ട് വീഴ്, നിന്റെ ഭർത്താവ് ഇവിടെ വരും, അപ്പോൾ നിനക്ക് സത്യം മനസ്സിലാകും എന്ന് പറഞ്ഞ് അവിടെ ഈ സ്വാതിയെ കൊല്ലുന്നത് പോലെ ശുഭം അഭിനയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ അവിടെ ഈ ആദിത്യ വരികയും അപ്പോഴാണ് ഭർത്താവിന്റെ യഥാർത്ഥ സ്വഭാവം നമ്മുടെ ഹീറോയിൻ കണ്ട് മനസ്സിലാക്കുന്നതും. അതിനുശേഷം ഭർത്താവിന്റെ കാർ ഡിക്കിയിലും നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്നുണ്ടായിരുന്നു.
ശരി, അവിടെ മൃതദേഹം കൊണ്ടുപോയി കളഞ്ഞല്ലോ, അതെന്താണെന്ന് ആലോചിക്കുന്നുണ്ടോ? അത് വെറും പായയാണ്. അവൾ കാർ ഡിക്കിയിൽ പതുങ്ങിയിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഭർത്താവിനെ ഓർത്ത് അവൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ കാർ സർവീസിന് വരുന്ന സമയത്ത് ഹീറോയിൻ ആ കാറിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിനെ ഇതിൽ നിന്നും രക്ഷിച്ചത് തന്നെ ഈ ശുഭമാണ്. അപ്പോൾ എന്തിനാണ് ശുഭവിനെ ഇവർ ഒറ്റിക്കൊടുത്തിട്ട് തന്റെ ഭർത്താവിന്റെ കൂടെ വീട്ടിലേക്ക് പോയതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇതേ ചോദ്യം തന്നെയാണ് അവിടെ ആദിത്യയും തന്റെ ഭാര്യയോട് ചോദിക്കുന്നത്. അപ്പോഴാണ് അവൾ പറയുന്നത്, ഞാൻ ശുഭവിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് അവൻ സത്യമായും മേഘാലയയിൽ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായത്. കാശിന് വേണ്ടിയാണ് എന്റെ കൂടെയും നിൽക്കുന്നത് എന്ന് മനസ്സിലായി. അവനും എന്റെ കൂടെ കാശിന് വേണ്ടിയിട്ടാണ് നിന്നിരുന്നത്. ഇപ്പോൾ ആ കാശ്, അച്ഛന്റെ പെയിന്റിങ്ങുകൾ ഒക്കെ കിട്ടിയാൽ അവനും ഒരു ഘട്ടത്തിൽ നിന്നെ പോലെ എന്നെ കൊന്നേക്കാം. അവനുമായി കമ്പയർ ചെയ്യുമ്പോൾ നീ നല്ലവനാണെന്ന് എനിക്ക് തോന്നി. നിന്നോട് വേറൊരു കാര്യം പറയട്ടെ. സത്യത്തിൽ അന്ന് രാത്രി ആ പായ വെള്ളത്തിൽ എടുത്തെറിഞ്ഞ ശേഷം നമ്മുടെ ഹീറോയിൻ ശുഭമിന്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമല്ല, അദ്ദേഹം എന്നെ ഇങ്ങനെ കൊല്ലണമെന്ന് വിചാരിച്ചല്ലോ. ഇനി മുതൽ ഞാനൊരു പ്രേതം പോലെ ജീവിച്ചോളാം. നമ്മൾ രണ്ടുപേരും മേഘാലയയിലേക്ക് പോയി കളയാം. അവിടെ കല്യാണം കഴിച്ച് പൂജ്യത്തിൽ നിന്നും തുടങ്ങി ഒരു പുതിയ ജീവിതം നമുക്ക് ജീവിക്കാം എന്ന് ഹീറോയിൻ ശുഭവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ശുഭം ഷോക്കാവുന്നു. അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നു. നീ എന്താ പറയുന്നത്? നിന്റെ അച്ഛന്റെ കോടിക്കണക്കിന് സ്വത്ത് വിട്ടിട്ട് നീ എൻ്റെ കൂടെ മേഘാലയയിലേക്ക് വരുമോ? അതൊന്നും നടക്കില്ല. മര്യാദയ്ക്ക് ഈ സ്വത്തൊക്കെ വാങ്ങിയിട്ട് നമുക്ക് രണ്ടുപേർക്കും പോവാം. സ്വത്ത് വാങ്ങാനോ? അതിപ്പോ എൻ്റെ ഭർത്താവിന്റെ കയ്യിലല്ലേ ഉള്ളത്. എൻ്റെ ഭർത്താവിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ മരിച്ചു പോയല്ലോ. അതൊന്നുമില്ല. നിന്റെ ഭർത്താവിനെ ഇപ്പോൾ ഒരു പ്രേതം പോലെ സെറ്റപ്പ് ചെയ്ത് അവന്റെ മനസാക്ഷിയെ ഉലയ്ക്കുന്ന പോലെ ചെയ്ത് അവനെ നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിക്കളയാം. കാരണം നിനക്ക് നിന്റെ ഭർത്താവ് ദ്രോഹം തന്നെയല്ലേ ചെയ്തത്. അതുകൊണ്ട് അവനിങ്ങനെ ആകുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനുശേഷം ആ സ്വത്ത് നീ എടുത്തോ, നമുക്ക് മേഘാലയയിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവനൊരു പ്ലാൻ പറയാണ്. അതിനുശേഷമാണ് ആ വീട്ടിൽ ആ ഫോട്ടോ കീറി വെക്കുന്നതും റോഡിൽ പ്രേതം പോലെ കാണുന്നതും അവിടെ ഇവിടെയായി ശബ്ദം കേൾക്കുന്നതൊക്കെയായി പല സെറ്റപ്പുകളും ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ദിവസം ഈ ശുഭമിന്റെ വീട് പരിശോധിച്ച് നോക്കുമ്പോൾ ഹീറോയിന് ഈ ശുഭം ഒരു വഞ്ചകനാണെന്നും അവൻ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ടെന്നും തന്നെയും വഞ്ചിക്കാൻ നോക്കുകയാണെന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നത്. സോ ഇത് വെച്ചിട്ടാണ് ഈ ശുഭമും മോശമാണെന്ന് പറഞ്ഞ് പോലീസിൽ ഒറ്റുകൊടുത്തത്. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ആദിത്യയും അപ്പോൾ ഞാൻ നല്ലവനാണോ എന്ന് ചോദിക്കുകയാണ്. ഹീറോയിനും അതെ, നീ വളരെ നല്ലവൻ തന്നെയാണ്. കാരണം നീ എന്നെ എന്തിനു കൊല്ലണമെന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും അത് കാശിന് വേണ്ടി അല്ലെന്ന് എനിക്കറിയാം. നിനക്ക് നേരത്തെ തന്നെ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ലോൺ ഉണ്ടായിരുന്നു. പലതവണ ലോണുകാർ ഫോൺ ചെയ്യുമ്പോഴൊക്കെ നീ അവരുടെ അടുത്ത് നിന്നും ചീത്ത കേൾക്കുന്നതും കഷ്ടപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് കാത്തു സൂക്ഷിക്കാൻ നീ ഒരുപാട് പോരാടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ആ കാശിൻ്റെ പുറത്ത് ആഗ്രഹമില്ല. നിനക്ക് എൻ്റെ മേലാണ് ദേഷ്യം. അതുകൊണ്ടാണ് നീ എന്നെ കൊല്ലണമെന്ന് വിചാരിച്ചത്. അന്ന് ഞാൻ അറിയാതെ തന്നെ ഞാനും ശുഭവും ഒന്നായിരിക്കുന്നത് നീ ആ റൂമിലിരുന്ന് ഒളിഞ്ഞു കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ആദിത്യ നിനക്ക് എൻ്റെ മേൽ ദേഷ്യം വന്നത്. അതിനുശേഷമാണ് നീ എൻ്റെ ഭാര്യ എനിക്കിങ്ങനെ ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എന്നെ കൊല്ലാൻ ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടത്. അതുകൊണ്ട് അതൊരു പ്രണയത്തിനായുള്ള ദേഷ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി മുതൽ അങ്ങനെ ഒരു വഞ്ചനയും വേദനയും ഞാൻ നിനക്ക് തരില്ല. രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ക്ഷമിച്ച് സ്വീകരിച്ച് ഇനി മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്ന് പറഞ്ഞ് ആദിത്യയോട് അവർ സോറി പറയുന്നു. അവസാനം ഹീറോയിൻ ആ ശുഭമിന്റെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന പോലെ കാണിച്ചിരുന്നില്ലേ, അതെല്ലാം ശുഭമിനെ മാറ്റാൻ വേണ്ടി ഹീറോയിന്റെ പ്ലാൻ തന്നെയായിരുന്നു. അവർ തന്നെയാണ് കൈകാലുകളൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരുന്നത്. ഇപ്പോൾ ശുഭം മുഴുവനായും ജയിലിൽ പെടുകയാണ്. മറ്റൊരു വശത്ത് ഹീറോയിൻ തന്റെ ഭർത്താവിന്റെ കൂടെ ചേർന്ന് ജീവിക്കുന്നത് പോലെയും രാത്രിയിൽ ഇപ്പോൾ ആദിത്യക്ക് തന്റെ ഭാര്യ തന്നെ കൊല്ലാൻ വരുന്ന പോലെയൊക്കെ സ്വപ്നം വരികയാണ്. ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഹീറോയിൻ കെട്ടിപ്പിടിച്ച് പതിയെ ക്യാമറയെ നോക്കി തുറച്ചു നോക്കുകയാണ്. അവിടെ തന്റെ ഭർത്താവിനെ പോലും അവർ കൊന്നേക്കാം എന്നുള്ളത് പറയാതെ പറയുന്നത് പോലെ അവിടെ ഈ സിനിമയുടെ ഫസ്റ്റ് സീസൺ അവസാനിപ്പിക്കുന്നു. മേ ബി സെക്കൻഡ് സീസണിൽ അതിനുള്ള ഉത്തരം ഉണ്ടായിരിക്കാം. ഈ ക്ലൈമാക്സ് എങ്ങനെയുണ്ടായിരുന്നു? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.